ഈ ലിംഗവ്യത്യാസങ്ങളിൽ പേര് മാറിപ്പോയതുകൊണ്ട് ഒരു നനഞ്ഞ പടക്കം പോലെയോ പപ്പടം പോലെയോ ആയി തീർന്ന ഒരു സംഗതിയുണ്ട്. അതേസമയം ആ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ സ്ഥിതിഗതി ആകെ മാറിയേനെ. അത് വേറൊന്നുമല്ല, സുരേഷ് ഹസീന ബീവിയുടെ കഴുത്തറുത്തു കൊന്നു, 4 മക്കൾ ബാക്കിയായി. ഇതിപ്പോൾ ഹുസൈൻ അനിതയുടെയോ അങ്കമണിയുടെയോ കഴുത്താണ് അറുത്തു കൊന്നിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേരുകാരുടേതായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ പ്രൊഫൈലുകളും ശബ്ദിച്ചേനെ, വലിയ വാർത്തയായേനെ, വലിയ കോളിളക്കം സൃഷ്ടിച്ചേനെ, കാസ പോലെയുള്ള സംവിധാനങ്ങൾ ഉണർന്നേനെ, ചിലപ്പോൾ നിയമസഭയിൽ പോലും ഉന്നയിക്കപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലൊക്കെ എത്തിയേനെ. എന്നാൽ ഇങ്ങനെ ആയതുകൊണ്ട് ആരും അനങ്ങിയതുമില്ല, ആരും മിണ്ടുന്നുമില്ല. റിവേഴ്സ് ലവ് ജിഹാദ് എന്ന് പറയാവുന്നത് പോലെ, അതായത് ലവ് ജിഹാദ് എന്ന പേരിൽ ഊതിപ്പെരിപ്പിച്ച കള്ളക്കഥകൾ ധാരാളമായി ദേശീയ തലത്തിലും മാധ്യമങ്ങളിലൂടെയും ഓൺലൈനിലൂടെയും ഒക്കെ വിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിന് നേരെ വിരുദ്ധമായ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്ന് വന്നത്. ഹസീന ബീബി എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. മറ്റേത് സുരേഷും. 4 മക്കൾ, അതിൽ മൂത്ത മകളാണ് അത്രേ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചത്. സംശയവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളം ഇടിയായിരുന്നു അത്രേ. ഇനി പോലീസ് വന്ന് താക്കീത് ചെയ്ത് വിട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് കഴുത്തറുത്തത്. നോക്കേണ്ടത്, ഇപ്പോൾ ഇതിനു വേണ്ടി മുസ്ലിം സമുദായത്തിലെ ആരും രംഗത്തിറങ്ങില്ല, സമുദായ നേതാക്കൾ ആരും ഒരു അക്ഷരവും പറയൂല. പക്ഷേ മറിച്ചായിരുന്നെങ്കിൽ അത് വലിയ കോളിളക്കമായി മാറുമായിരുന്നു. എന്തായാലും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് ഈ ഹസീനയുടെ വീട്ടുകാരോട്. എനിക്കറിയില്ല അവരാരാന്നൊക്കെ. ഈ 4 കുഞ്ഞുങ്ങളുണ്ട്, അവർ നിരപരാധികളാണ്. അവർ ഈ പറഞ്ഞതുപോലെ ഈ മാനസിക രോഗത്തിലും അല്ലെങ്കിൽ മറ്റ് ഈ അവസ്ഥയിലും പെട്ടുപോയവരാണ്. അവരെ ഏറ്റെടുക്കാൻ, അവരെ കൈവിടാതെ വളർത്താൻ ഹസീനയുടെ ബന്ധുക്കൾ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. സുരേഷിൻ്റെ ബന്ധുക്കൾ ആരും തിരിഞ്ഞു നോക്കില്ല, അതിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ നോക്കുന്ന സാധ്യത എങ്ങും ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഇവൾ ചാടിപ്പോയി, ഇവൾ അഹങ്കാരിയായിരുന്നു എന്നൊക്കെയുള്ള ഭാഷ്യം വെച്ച് ആ കുഞ്ഞുങ്ങളെ അനാഥമാക്കരുത്. കാരണം അവരിതൊന്നും ആഗ്രഹിച്ചതല്ലല്ലോ, അവരല്ലല്ലോ ഇതിന് ഉത്തരവാദിയും. ഇതുപോലെ ഇറങ്ങി പുറപ്പെടുന്നവർ, ഏത് ജാതിയും ഏത് മതവുമായാലും അവസാനം എത്തിച്ചേരുന്ന ഇത്തരം ചില സംഗതികളെക്കുറിച്ച് കൂടി ഒരു ചിന്തയുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ ആയതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. മറിച്ചായിരുന്നെങ്കിൽ കിടക്കപ്പുറതിയില്ലാത്ത വിധം എല്ലാ പ്രൊഫൈലുകളിൽ നിന്നും ചർച്ച വന്നു തുടങ്ങിയേനെ, അതിൻ്റെ കഥകൾ വന്നു തുടങ്ങിയേനെ, എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. കഷ്ടം.